ഇപ്പോൾ ആ ബോംബ് അവിടെ കയ്യിലിരുന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അത് ആർക്കെതിരെ ഉപയോഗിക്കുമായിരുന്നു? ആരായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം? ബോംബ് ഉണ്ടാക്കിയിട്ട് എന്തായാലും ബാങ്കിലിട്ടിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഇട്ടിട്ട് അതിൽ നിന്ന് പലിശ വാങ്ങി തിന്നാനൊന്നും പറ്റില്ലല്ലോ. അത് ആർക്കെങ്കിലും എതിരെറിഞ്ഞ് പൊട്ടിക്കുക തന്നെ വേണമല്ലോ. ഈ സ്ഫോടനം നടന്ന പ്രദേശങ്ങളും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായി നാളെ ഞങ്ങളുടെ പര്യടനം വെച്ചിരിക്കുകയായിരുന്നു. ഇടവും വലവും തോളിൽ കൈയിട്ട് നിൽക്കുന്നത് ആരെ കൂടിയാ? എന്ത് മോട്ടിവേഷനും മൊറയിലുമാണ് ഇത്തരത്തിലുള്ള ആളുകൾ CPM-ന്റെ DYFI-യുടെ ഒക്കെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്? അതീവ ഗൗരവതരമേറിയ ഒരു സാഹചര്യത്തിലാണ് ബഹുമാന്യരായ മാധ്യമപ്രവർത്തകരിലൂടെ കുറച്ച് കാര്യങ്ങൾ കേരളീയ പൊതുസമൂഹത്തെ അറിയിക്കാൻ വേണ്ടി പത്രസമ്മേളനം വിളിച്ചു ചേർത്ത്. ഞാൻ ഇന്ന് കാലത്ത് പ്രചരണത്തിൻ്റെ പരിപാടികൾ തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പുലർച്ചെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഇടക്കാണ് ഇവിടെ പാനൂരിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി എന്നുള്ളതും അതിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു, കൈപ്പത്തികളേറ്റു എന്നുള്ളൊക്കെ വാർത്തകൾ കേൾക്കുന്നു. അപ്പം തൊട്ട് അതിൻ്റെ വാർത്തകൾ വന്നു തുടങ്ങുന്നു, അതിൻ്റെ വിശദാംശങ്ങൾ അറിയുന്നു. പിന്നെ കുറച്ച് പര്യടനം മുന്നോട്ട് പോയി 1-2 വേദി പിന്നിടുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ മരിച്ച വിവരവും വരുന്നത്. ഇത്രയൊക്കെ പുരോഗമനം പ്രസംഗിക്കുമ്പോഴും CPM വാളും കടാരയും ബോംബും ഉപേക്ഷിച്ചൊരു രാഷ്ട്രീയത്തിന് ഈ 2024 തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്നലെ രാത്രി നടന്ന ബോംബ് സ്ഫോടനവും ഇന്ന് നടന്ന മരണവും. ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ കയ്യിലിരുന്ന് പൊട്ടിയിട്ടാണ് ഇതുണ്ടായത് എന്നുള്ളത് FIR-ൽ ഉൾപ്പെടെ വന്നു കഴിഞ്ഞു. CPIM-ന്റെ ഉന്നത നേതൃത്വത്തോട് ചോദിക്കാനുള്ളത്, ഒരു തെരഞ്ഞെടുപ്പിന് 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ നിങ്ങൾക്കിപ്പോൾ എന്തിനാണ് ബോംബ്? ഈ തെരഞ്ഞെടുപ്പിൽ ബോംബ് വെച്ച് എന്ത് സ്വാധീനമാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? പോസ്റ്ററോ, കൊടിയോ, ഫ്ലെക്സോ, അനൗൺസ്മെൻറ്റോ, സ്റ്റേജോ, സമ്മേളനമോ, പൊതുയോഗമോ, പദയാത്രയോ, റോഡ് ഷോയോ, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളായി ഞങ്ങൾ കണക്കാക്കാം. ഞങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകൾ വെട്ടുന്നതും തലവെട്ടി പറമ്പിലിടുന്നതും ഞങ്ങൾ ക്ഷമിക്കാം. എവിടെയെങ്കിലും ഞങ്ങൾ ഉത്സവത്തിന് പോയി തിരിച്ചു വരുമ്പോൾ സംഘടിച്ച് നിന്ന് ചെമ്പട മുദ്രാവാക്യം വിളിക്കുന്നതും ഞങ്ങൾ വിടാം. പക്ഷെ ബോംബ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി നിങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തോട് നിങ്ങൾ മറുപടി പറയണം. എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ ബോംബ്? ഇപ്പോൾ ആ ബോംബ് അവിടെ കയ്യിലിരുന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അത് ആർക്കെതിരെ ഉപയോഗിക്കുമായിരുന്നു? ആരായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം? ഞങ്ങളുടെ പ്രവർത്തകരാണോ? ഞങ്ങളുടെ നേതാക്കന്മാരാണോ? ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണോ? എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം? ബോംബ് ഉണ്ടാക്കിയിട്ട് എന്തായാലും ബാങ്കിലിട്ടിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഇട്ടിട്ട് അതിൽ നിന്ന് പലിശ വാങ്ങി തിന്നാനൊന്നും പറ്റില്ലല്ലോ. അത് ആർക്കെങ്കിലും എതിരെറിഞ്ഞ് പൊട്ടിക്കുക തന്നെ വേണമല്ലോ. അപ്പോൾ എന്ത് കാര്യത്തിനാണ് ഈ ബോംബ് ഉണ്ടാക്കാനുള്ള നിർദ്ദേശം പാർട്ടി കൊടുത്തത്? ഈ സ്ഫോടനം നടന്ന പ്രദേശങ്ങളും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായി നാളെ ഞങ്ങളുടെ പര്യടനം വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പര്യടനം വെച്ചിരിക്കുക. അതിൻ്റെ കിലോമീറ്റർ മാത്രം അകലെ, 1-1.5 കിലോമീറ്റർ, 2 കിലോമീറ്ററിന് അകത്ത് സമാപനവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തൊക്കെയാണ് ഈ സ്ഫോടനം നടക്കുന്നത്. അവ CPIM പതിവ് ഞങ്ങൾക്ക് ബന്ധമില്ല നാടകം ഒഴിവാക്കി സത്യസന്ധമായി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാവണം. എന്തിനായിരുന്നു നിങ്ങൾ ബോംബുണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്തത്? ആരെയായിരുന്നു നിങ്ങൾ അതുകൊണ്ട് അപായപ്പെടുത്താനോ ആക്രമിക്കാനോ തീരുമാനിച്ചത്? എന്നായിരുന്നു നിങ്ങൾ അത് ഉപയോഗിക്കാൻ തീരുമാനിച്ചത്? നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളിൽ ഇപ്പോഴും ബോംബ് ഒരു പ്രധാനപ്പെട്ട ഐറ്റം തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുകയാണ്. പിന്നെ ഈ പ്രതികൾ അവരുടെ പൊളിറ്റിക്കൽ ബന്ധങ്ങളെ അതീവ ഗൗരവത്തിലെടുക്കണം. ഇത്തരം ക്രിമിനലുകൾക്ക് ലെജിറ്റമസി കൊടുക്കുന്നത് CPM നേതൃത്വം അറിവോടെയാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ പോലും ക്ലോസ് റേഞ്ചിൽ വന്ന് നിൽക്കാവുന്ന മാത്രം അടുപ്പവും ബന്ധവും ഈ ക്രിമിനലുകൾക്ക് പാർട്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതവരുടെ ആദ്യത്തെ അറ്റംപ്റ്റ് അല്ല എന്നുള്ളതല്ല അത് തെളിയിക്കുന്നത്. അവരതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളാണ്. ഇതിനു മുമ്പും കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഞാൻ ഒരു കാര്യം ബഹുമാനപ്പെട്ട CPM നേതൃത്വത്തോട് പറയുന്നു, വടകരയിലെ പ്രിയങ്കരായ ജനങ്ങളോടും പറയുന്നു. കരുതലും സ്നേഹവും ഒന്നും ഫ്ലെക്സിലും പോസ്റ്ററിലും അച്ചടിച്ചു വെക്കാൻ മാത്രമുള്ള വാക്കുകളല്ല. അതിൻ്റെ അല്പമെങ്കിലും
പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെ ജനങ്ങളോട് കാണിക്കാൻ ഇവർ തയ്യാറാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു ന്യായീകരണവും ഇല്ലാത്ത, ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരു ഇൻസിഡൻ്റാണ് നടന്നിട്ടുള്ളത്. നേതാക്കന്മാരെ, പാർട്ടി ആചാര്യന്മാരെ, ബുദ്ധിജീവികളെയൊക്കെ സൃഷ്ടിച്ചിരുന്ന ഒരു കാലത്ത്, അങ്ങനെ ആളുകളെ അപ്ബ്രിങ്ങിങ് പറയപ്പെട്ടിരുന്ന ഒരു കാലത്തുനിന്ന് പകരം ഇപ്പോഴത്തെ അപ്ബ്രിങ്ങിങ് മുഴുവൻ കൊടിസുനിമാരിലേക്കാണ്. വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നല്ല ജനപ്രതിനിധികളെയോ നല്ല നേതാക്കന്മാരെയോ നല്ല പൊതുപ്രവർത്തകരെയോ അല്ല, നല്ല ഒന്നാം തരം ഗുണ്ടകളെ, കൊട്ടേഷൻ സംഘാംഗങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെയാണ്. കാരണം ഈ ക്രിമിനലുകളെയൊക്കെ ചിത്രങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇവരെ തോളിൽ കൈയിട്ട് നിൽക്കുന്നതും ഇവരെ കൂടെ ചേർന്ന് നിൽക്കുന്നതും ആരുടെയൊക്കെ കൂടെയാണെന്നുള്ളത് നിങ്ങൾ നോക്കണം. ഈ ചിത്രങ്ങൾ മുഴുവൻ നിങ്ങൾ പരിശോധിക്കുക. ഇതിനകം തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇത് ആരെ കൂടിയാ ഈ നിൽക്കുന്നത്? ഇടവും വലവും തോളിൽ കൈയിട്ട് നിൽക്കുന്നത് ആരെ കൂടിയാ? എന്ത് മോട്ടിവേഷനും മൊറയിലുമാണ് ഇത്തരത്തിലുള്ള ആളുകൾ CPM-ന്റെ DYFI-യുടെ ഒക്കെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്? ദേവീതി നാടിൻ്റെ സമാധാനം ഇനിയും കെടുത്തരുത്. ഇപ്പം തന്നെ കണ്ണീരിലാണ്ടുപോയ ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് അമ്മമാരുണ്ട്. ഇപ്പം ഈ മരണപ്പെട്ടതും ഞങ്ങളുടെ പാർട്ടിയുടെ ആരുമല്ല, പക്ഷേ ഏതെങ്കിലും ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകനാണല്ലോ. ഈ ചെറുപ്പക്കാരെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കുന്നത് CPM നേതൃത്വം ഒന്ന് നിർത്തണം. 7-ൽ 6 നിയോജകമണ്ഡലം നിങ്ങളുടെ ഗവൺമെന്റിനെ പിന്തുണക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ തന്നെ അവകാശപ്പെടുന്നത് 1.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഈ 7 കോൺസ്റ്റിറ്റ്യുവൻസിയുമായിട്ട് ഞങ്ങൾക്കുണ്ടെന്നാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇനി ബോംബുണ്ടാക്കിയിട്ട് നിങ്ങൾ ഫർദർ നേടാൻ ആഗ്രഹിക്കുന്നത് എന്താ? CPM നേടാൻ ആഗ്രഹിക്കുന്നത്?